എല്ലാ പത്രമാധ്യമ പ്രവർത്തകർക്കും മാനവ ഐക്യവേദിയുടെ ഈ പ്രസ് കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് മാനവ ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് തൃച്ചാറ്റൂടൻ ശശികുമാറാണ്. രണ്ടാമതായിട്ട് പങ്കെടുക്കുന്നത് മാനവ ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് ആർ നായറാണ്. കൂടാണ്ട് മാനവ ഐക്യവേദിയുടെ ലീഗൽ അഡ്വൈസറും ഈ മാനവ ഐക്യവേദിക്ക് വേണ്ടിയിട്ട് കേരള ഹൈക്കോടതിയിലും അതേമാതിരി ഉള്ള കോടതികളിലെല്ലാം നിയമപരമായിട്ടുള്ള കേസുകൾ നടത്തുന്ന അഡ്വക്കേറ്റ് പ്രസന്നകുമാർ സാറുമാണ്. ആദ്യമായിട്ട് ഈ മാനവ ഐക്യവേദിയുടെ കാര്യങ്ങളൊന്ന് അറിവിലേക്കായിട്ട് പരിചയപ്പെടുത്താം. 1984 NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആരാധ്യനായ ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെയും ബ്രാഹ്മണ സഭയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന ടി കൃഷ്ണയ്യരുടെയും നേതൃത്വത്തിൽ അവശ മുന്നോക്ക സംഘം, അതിലൊരു പ്രാധാന്യമുള്ളത് അവശ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിലാണ് മുന്നോക്കം എന്നുള്ളത്, അങ്ങനെ ഒരു സംഘം രൂപീകരിക്കാനായിട്ട് തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പ്രവർത്തിച്ചു വരുന്ന മാനവ ഐക്യവേദിയുടെ തുടക്കം. ആ മാനവ ഐക്യവേദിയുടെ തുടക്കമെന്ന് പറയുമ്പോൾ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമൂഹത്തിലെ സാമൂഹിക തുല്യനീതി, അവസര സമത്വം എന്നിവ നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് 1984 രൂപീകൃതമായ അവശ മുന്നോക്ക സംഘം ധാരാളം പ്രവർത്തനങ്ങൾ ആ കാലയളവിൽ നടത്തുകയും അവശ മുന്നോക്ക സംഘം 84 തന്നെ പിന്നോക്ക വിഭാഗത്തിൽ 15% സംവരണം അനുവദിച്ചു കിട്ടാനുള്ള ആവശ്യങ്ങളും പരാതികളും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും കേരള നിയമസഭയ്ക്കും എല്ലാം നൽകിയിട്ടുള്ളതാണ്. 1992 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ ഇന്ദിരാ സാഹിനി കേന്ദ്ര സർക്കാരിനെതിരെ നൽകിയ കേസിനോടനുബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് സുപ്രധാന വിധി പുറപ്പെടുവിച്ചതനുസരിച്ച് കേരളത്തിലും മറ്റു പിന്നോക്ക വിഭാഗത്തിനായി 93 പിന്നോക്ക വിഭാഗ കമ്മീഷൻ സ്ഥാപിച്ച് പ്രവർത്തിക്കാനുള്ള ഓർഡറുകൾ നൽകുകയാണ് ഉണ്ടായത്. ആ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ബഹു ജഡ്ജസ് ഫാത്തിമ ബീവി ആയിരുന്നു. കമ്മീഷനും ധാരാളം പരാതികൾ ഈ അവശ മുന്നോക്ക സംഘം നൽകുകയുണ്ടായിട്ടുണ്ട്. 1995, 98, 2000, 2002 എന്നീ വർഷങ്ങളിലും പരാതികളും നിവേദനങ്ങളും കൊടുത്തു. യാതൊരു ഫലവും ഉണ്ടാകാത്തതിനെ തുടർന്ന് നിരവധി തവണ ബന്ധപ്പെട്ടവരെ സമീപിക്കുകയും യാതൊരു പ്രതികരണവുമില്ലാത്ത ഒരു അവസ്ഥയാണ് സംജാതമായത്. 2002 നാളിതുവരെയുള്ള ഈ പരാതികൾ പരിഹരിക്കാത്തതിൻ്റെ പേരിൽ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നവരെയും മറ്റു സമാന സംഘടനാ പ്രതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 2005 3393/2005 ഈ സംഘടന രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ 2005 മാനവ ഐക്യവേദി എന്ന നാമധേയത്തിൽ അവശ മുന്നോക്ക സമുദായം ജയിച്ച് ഒറ്റ ഇതായിട്ട് പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത് 2005. തുടർന്ന് 2005, 2008, 2012, 2014, 2015 ഒക്കെ മുഖ്യമന്ത്രിക്കും അതേമാതിരി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കൊക്കെ പരാതികൾ നൽകിയിട്ടും യാതൊരു പരാതിക്ക്
ഒരു തീരുമാനമുണ്ടായില്ല എന്നുള്ളത് വളരെ വേദനാജനകമായിട്ട് തന്നെ ഇവിടെ പ്രസ്താവിക്കുകയാണ്. 2016 ആദ്യമായിട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു ഇത് പരിഹരിച്ച് കിട്ടാൻ വേണ്ടി. 4 സിറ്റിങ്ങിലൂടെ പിന്നോക്ക കമ്മീഷൻ നടത്തി. ആ 4 സിറ്റിങ്ങിലും മാനവ ഐക്യവേദിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തുള്ളവർ പങ്കെടുക്കുകയും ആ കമ്മീഷനിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് 1932 മുതൽ 1957 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ 32 മുതൽ 57 വരെ, അതായത് ആദ്യത്തെ മന്ത്രിസഭ വന്നതിന് ശേഷം ഇത് ഇല്ലായ്മപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ കാലയളവ് വരെ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ ഇത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി നടത്തിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കാനുണ്ട്. അതെല്ലാം, അതായത് ഈ മാനവ ഐക്യവേദി എന്ന് പറയുന്ന ഈ സംഘടന മുന്നോക്ക സംഘം രൂപീകരിച്ച് അതിലൂടെ വളർന്നു വന്ന മാനവ ഐക്യവേദിയുടെ പ്രവർത്തകർ, അതായത് പ്രത്യേകിച്ചും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആഴത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് അതിന് ഒരു പൂർണ്ണ രൂപം ഉണ്ടാക്കിയാണ് കേരള ഹൈക്കോടതിയിൽ 2016 ആദ്യമായിട്ടൊരു കേസ് ഫയൽ ചെയ്തത്. ആ സമയങ്ങളിലെല്ലാം ഈ സിറ്റിങ്ങിലെ കമ്മീഷനുകളിലൊക്കെ ആവശ്യമായ രേഖകളും, അതായത് 200-300 പേജുകളുള്ള ഈ വിഭാഗത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും അതേമാതിരി തന്നെ ബന്ധപ്പെട്ടവർക്ക് അതിൻ്റെ പേപ്പറുകൾ നൽകുകയൊക്കെ ചെയ്തു. പക്ഷെ യാതൊരു ഫലവും ഉണ്ടായില്ലെന്നുള്ളതാണ് സത്യം. 2016 ആ കേസ് കൊടുത്തതിനെ തുടർന്ന് സിറ്റിംഗ് നടത്താനുള്ള ഇത് വന്നു. ആ സിറ്റിങ്ങിൽ പങ്കെടുത്തു. ആ സിറ്റിങ്ങിൻ്റെ ശിവരാജൻ കമ്മീഷനായിരുന്നു ആ കമ്മീഷനിൽ ബന്ധപ്പെട്ടത്. ആ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവും പഠിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പിനും അതേമാതിരി ഹൈക്കോടതിയിലും കേരള നിയമസഭയിലേക്കോ ഒക്കെ കൊടുക്കുകയുണ്ടായി. പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ലെന്നുള്ളതാണ് സത്യം. അത് എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അത് കഴിഞ്ഞ് 2016 ആ കേസ് കൊടുത്തു, 4 സിറ്റിംഗ് നടത്തി. തുടർന്ന് 2017 വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. ഇത് നടപ്പിലാക്കി കിട്ടുന്നില്ലെന്ന് കാണിച്ച് വീണ്ടും പരാതി കൊടുക്കുന്നു. അവിടെ ഒരു OP ഫയൽ ചെയ്ത് ആ OP 2017 ഫയൽ ചെയ്തിട്ട് അതിനാവശ്യമായ റെക്കോർഡുകളും എല്ലാം കൊടുത്ത് ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറും അതേമാതിരി ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പ്രസന്നകുമാർ സാറ് ആവശ്യമായ രേഖകളെല്ലാം കോടതിയിൽ കൊടുത്ത് അവസാനം 2020 സമഗ്രമായ സോഷ്യൽ സർവേ നടത്തണമെന്ന് ഹൈക്കോടതി വിധി നേടിയെടുക്കാൻ സാധിച്ചു. ആദ്യമായിട്ട് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമൂഹത്തിന് 15% സംവരണം അനുവദിച്ച് കിട്ടുന്നതിന് ആവശ്യമായ ആ വിധി ഇന്നും നടപ്പിലാക്കാതെ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. അത് ആരുടെ ഭാഗത്തുനിന്നുള്ള തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് 1932 മുതൽ 57 വരെ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നിഷേധിച്ചുകൊണ്ട് ഉള്ള ഒരു സമീപനം നമ്മളുടെ ഗവൺമെന്റ് സ്വീകരിച്ചു പോന്നു. മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഇവ തനിയാവർത്തനം മാതിരി തന്നെ തുടർന്ന് പോരുകയാണ് ഇന്നും. അതായത് ഹൈക്കോടതി വിധി ഉണ്ടായിട്ട് പോലും അത് നടപ്പിലാക്കാൻ കൂട്ടാക്കാതെ അത് ചവറ്റുകോട്ടയിൽ തള്ളുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് സ്വീകരിച്ചു വരുന്നത്. മാനവ ഐക്യവേദി എന്നുള്ള ഈ സംഘടന നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനും അവസര സമത്വത്തിനും അതേമാതിരി തുല്യനീതിക്കും വേണ്ടി പോരാടുമ്പോൾ ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. അതായത് കേരളത്തിൽ സോഷ്യൽ സർവേ നടത്തണമെന്ന കോടതി വിധി ഉണ്ടായിട്ട് പോലും അത് നടപ്പിലാക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് തുരങ്കം വയ്ക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് നമ്മളുടെ ഗവൺമെന്റ് നടത്തി വരുന്നത്. അത് തികച്ചും നീതിക്ക് നിരക്കാത്തതാണ്. അതിന് ആദ്യമായിട്ട് ഈ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും 2023 വീണ്ടും ഞങ്ങൾ
കോട്ടലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിന്റെ നടപടികളും ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അവസര സമത്വത്തിനും തുല്യനീതിക്കും വേണ്ടി പോരാടുന്ന ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിനായിട്ട് നിലകൊള്ളുന്ന മാനവൈക്യവേദിയുടെ തുടർന്നുള്ള ധീരമായ സമര പോരാട്ടങ്ങളിലേക്ക് വീണ്ടും വലിച്ചിഴയ്ക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇവിടെ വിശദീകരിക്കും. അത് ഞങ്ങളോടൊപ്പം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. തൃച്ചാറ്റോളം ശശികുമാർ പ്രസിഡന്റാണ്. സെക്രട്ടറിയെ നമസ്കാരം. പ്രധാനമായിട്ടും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാനവ ഐക്യവേദി എന്ന സംഘടന ആദരണീയനായിട്ടുള്ള കിടങ്ങൂർ എൻ ഗോപാലകൃഷ്ണപിള്ള, അതോടൊപ്പം അന്നത്തെ ബ്രാഹ്മണ സഭയുടെ പ്രസിഡന്റായിരുന്ന ശ്രീ ടി കൃഷ്ണയ്യർ എന്നിവർ ആരംഭിച്ച ഒരു മഹത് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ പരസ്യ പ്രചരണങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഗവൺമെന്റിനെയോ ജനങ്ങളെയോ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലോ സമര കോലാഹലങ്ങളിലേക്കോ പോയിട്ടില്ല. നിയമപരമായിട്ടുള്ള രീതിയിലാണ് ഇത്രയും കാലം പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ അടുത്ത കാലത്തായി ഏതാനും ദിവസങ്ങളിലായി നമ്മുടെ സമൂഹത്തെ വർഗീയവൽക്കരിക്കുന്ന സാമുദായിക ജാതി ചിന്തയിലൂന്നിയ ചില വർഗീയ പരാമർശങ്ങളിൽ അല്ലെങ്കിൽ പ്രസ്താവനകളിൽ പ്രധാനമായും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ ന്യൂനപക്ഷ പ്രീണന പരാമർശവുമായി ബന്ധപ്പെട്ട് എറണാകുളം പ്രസ് ക്ലബിൽ SDPI രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ നേതാവ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പ്രതിവാദം നടത്തിയതിൽ പത്രസമ്മേളനം നടത്തിയതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു പ്രതിഷേധാർഹമായ ഒരു പരാമർശം നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സ്റ്റേറ്റിലെ വിഭവങ്ങൾ, സ്റ്റേറ്റിലെ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഇവിടുത്തെ വരേണ്യവർഗമാണ് കൂടുതൽ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ കൈവശപ്പെടുത്തിയിട്ടുള്ളത്, ലഭിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടു പോകുന്നത്. അതിനെ തുടർന്ന് ഒരു പ്രമുഖ മാധ്യമം, ദൃശ്യമാധ്യമം, അവരുടെ ചാനൽ ചർച്ചയിൽ പ്രധാനമായിട്ട് പറഞ്ഞു, മുന്നോക്കക്കാരാണ് ഇവിടുത്തെ ആനുകൂല്യങ്ങൾ, സർക്കാർ ജോലികൾ, ആനുകൂല്യങ്ങളൊക്കെ മുന്നോക്കക്കാരാണ് ഇവിടെ കൂടുതലായി അനുഭവിച്ചു വരുന്നത് എന്നതിനെ കുറിച്ച് തന്നെ ഒരു ചർച്ചയുണ്ടായി. അതിനെ തുടർന്ന് അടുത്ത ദിവസം NSS എന്ന പ്രസ്ഥാനത്തിൻ്റെ ആദരണീയനായിട്ടുള്ള നേതാവ് ശ്രീ സുകുമാരൻ നായർ അദ്ദേഹം പറഞ്ഞത് ജാതി സംവരണം നിർത്തലാക്കണമെന്നുള്ള ഒരു വാദം പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ദൃശ്യമാധ്യമത്തിൽ സംവരണത്തെക്കുറിച്ച്, സംവരണം നിർത്തണോ അതേ തുടർന്ന് പോകണോ എന്നതിനെ കുറിച്ചൊരു ചർച്ചയാണ് അതിൽ നടന്നിട്ടുള്ളത്. അതിൽ വീണ്ടും പറയുന്നത് ജാതി സമുദായങ്ങൾ അനുഭവിച്ചു വരുന്ന അതിനെക്കുറിച്ചുള്ള ലിസ്റ്റ് പറയുക, കണക്ക് പറയുകയാണ് അവർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം CPMന്റെ പോഷക സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതാവ് അദ്ദേഹം സോമനാഥ് എന്ന് പറയുന്ന അദ്ദേഹം മുന്നൊരു ജനപ്രതിനിധിയും കൂടെയാണ്. അദ്ദേഹം പറഞ്ഞത് സമഗ്രമായിട്ടുള്ള സാമൂഹ്യ സർവേ, ജാതി സെൻസസ് ഇവയൊക്കെ സവർണ വിഭാഗത്തിൽപ്പെട്ട സമുദായ സംഘടനകൾ എതിർക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് സ്റ്റേറ്റിലെ അധികാരം അല്ലെങ്കിൽ കൂടുതൽ ഭൂസ്വത്തുക്കളും ഒക്കെ തന്നെ ഇക്കൂട്ടർ കൈവശം വച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിനെ സംബന്ധിച്ച് പിറ്റേന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലെ ഈ 4-5 സംഭവങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ശ്രദ്ധയിൽ പെടുന്നതിനും പത്രസമ്മേളനം നടത്തുന്നതിനും പ്രതികരിക്കുന്നതിനും അടിസ്ഥാനപരമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് സമഗ്രമായിട്ടുള്ള സാമൂഹ്യ സർവേ നടത്തുന്നതിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ എതിർക്കുന്നു
അല്ലെങ്കിൽ ഭയപ്പെടുന്നു എന്നൊക്കെയാണ്. മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ സ്റ്റേറ്റിലെ സമ്പത്ത് അത് പൊതുവായിട്ട് സർക്കാർ ഉദ്യോഗങ്ങൾ, നിയമസഭാ പ്രാതിനിധ്യം, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രാതിനിധ്യം, ഇവയൊക്കെ കൂടുതൽ മുന്നോക്കക്കാരാണ് കൊണ്ടുപോകുന്നത് എന്നാണ്. വസ്തുതാ വിരുദ്ധമായിട്ടുള്ള, തികച്ചും കള്ളമായിട്ടുള്ള ഈ കാര്യങ്ങൾ, ഇതിനകത്തൊരു വ്യക്തത പത്രമാധ്യമ സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും സമൂഹത്തോടും പറയാനുള്ളത്, OBC ലിസ്റ്റിൽ പെട്ട രണ്ട് സമുദായങ്ങൾ അല്ലെങ്കിൽ രണ്ട് സമുദായത്തെ പ്രതിനിധീകരിച്ച് രണ്ട് വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ, SNDPയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹവും മുസ്ലിം ജനവിഭാഗത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയും പ്രതിനിധീകരിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇവർ രണ്ടു കൂട്ടരും, ഈ രണ്ട് സമുദായങ്ങളും സംസ്ഥാനത്തെ സാമൂഹ്യ പിന്നോക്ക പട്ടികയിലുള്ളവരാണ്. ഒരാൾക്ക് 12%, ഒരാൾക്ക് 14% സംവരണം, 40% വരുന്ന സംവരണ പട്ടികയിൽ അനുവദിച്ചിട്ടുണ്ട്. അതില് വീതം വയ്പിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ്, വാദപ്രതിവാദങ്ങളാണ് ഇവർ രണ്ടുപേരും ഉന്നയിച്ചിട്ടുള്ളത്. 1932 മുതൽ 1956-57 കാലഘട്ടം വരെ നിലവിലുണ്ടായിരുന്ന നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി എന്ന പിന്നോക്ക വിഭാഗത്തിന്, സമുദായങ്ങൾക്ക് ആ പട്ടികയിൽ നിന്നും 56-57 സർക്കാർ ഈ പറഞ്ഞ 4 സമുദായത്തെയും വിഭാഗത്തെയും നീക്കം ചെയ്തു. നീക്കം ചെയ്തതിനു ശേഷം കഴിഞ്ഞ 67 വർഷങ്ങളായി ഈ സമുദായം സാമൂഹ്യ പിന്നോക്ക പട്ടികയിലില്ല. അങ്ങനെ ഇരിക്കെ സാമൂഹ്യ പിന്നോക്ക പട്ടികയിൽ അഥവാ OBC പട്ടികയിലുള്ള 2 ജാതി സമുദായങ്ങൾ അവരുടെ സമ്പത്ത്, അത് ജോലിയാകാം, മറ്റു ഏതെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നതാകാം, അക്കാര്യത്തിലുള്ള പരസ്പരമുള്ള തർക്കവാദ പ്രതിവാദങ്ങളിൽ ഈ പുറത്തു നിൽക്കുന്ന സമുദായത്തെ അനാവശ്യമായി വലിച്ചഴച്ച്, കരിവാരി തേച്ച്, അപമാനപ്പെടുത്തി, അപകീർത്തിപ്പെടുത്തി നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് പൊതുസമൂഹം, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും ശ്രദ്ധിക്കണം. 1. 2. 1992 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ സോഷ്യലി ബാക്ക്വേർഡിന് അഥവാ സാമൂഹ്യപരമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യ പിന്നോക്ക കമ്മീഷൻ രൂപീകരിക്കണമെന്ന് സ്റ്റേറ്റുകളോടും യൂണിയൻ സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും സാമൂഹ്യപരമായിട്ടുള്ള പിന്നോക്ക കമ്മീഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. വെള്ളയമ്പലത്ത് കനകനഗറിലാണ് ആ പിന്നോക്ക കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ആ പിന്നോക്ക കമ്മീഷൻ 92 ഭരണഘടനാ ഫുൾ ബെഞ്ചിന്റെ ഉത്തരവ് നാളിതുവരെയും കേരള സ്റ്റേറ്റ് ഗവൺമെന്റോ പിന്നോക്ക കമ്മീഷനോ നടപ്പാക്കിയിട്ടില്ല. അതായത് കേരളത്തിൽ 1932 ആദ്യമായിട്ടും അവസാനമായിട്ടും സോഷ്യൽ സർവേ നടത്തിയിട്ടുള്ളത്. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1932 സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തിയിട്ടുള്ളത്. 32 സോഷ്യൽ സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് 2024 ഏതെങ്കിലും ഈ പട്ടികയിൽ, സംവരണ പട്ടികയിലുള്ളവർക്ക് സംവരണം നൽകി വരുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 92 ഉത്തരവനുസരിച്ച് അന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു, സാമൂഹ്യപരമായി പിന്നോക്ക പട്ടിക റിവേഴ്സ് ചെയ്യണം, പിന്നോക്കക്കാരാരാണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം, കണ്ടെത്തണം. അതിനെന്താ, ട്രാവൻകൂറിൽ പണ്ട് നടപ്പാക്കിയിരുന്ന സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ ആണ് നടത്തേണ്ടതെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ഇന്ദിരാസാക്കിനി സമർപ്പിച്ച ഇന്ദിരാസാക്കിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ 930 കേസ് നമ്പർ. ആ കേസ് നമ്പറിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കെ അവശമുന്നോക്ക സംഘം 84 മുതൽ, മാനവ ഐക്യവേദി 2005 മുതൽ ആവശ്യപ്പെടുന്നതാണ് സ്റ്റേറ്റിലെ സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തണം. മാനവ ഐക്യവേദി നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന മാനവ ഐക്യവേദി സംഘടന 2005 മുതൽ ആവശ്യപ്പെടുന്നു. 2016 ഫസ്റ്റ് കേസ് കൊടുക്കുന്നു, 2017 കൊടുക്കുന്നു, 2020 ജഡ്ജ്മെന്റ് വരുന്നു, 2022 മറ്റൊരു കേസ് കൊടുക്കുന്നു, 2023 കോടതി അലക്ഷ്യ ഹർജി കൊടുക്കുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതാവിന് അദ്ദേഹം പറഞ്ഞത്, ഈ സവർണവർഗം ഭയപ്പെടുന്നത് സ്റ്റേറ്റിന്റെ അധികാരം, അതായത് സാമ്പത്തികമാകാം, അതിൽ സർക്കാർ ഭൂസ്വത്തുക്കളാകാം, ഇതെല്ലാം ഈ പറഞ്ഞ മുന്നോക്ക വർഗത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്. ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾ വ്യക്തമായിട്ട് നിയമം പഠിച്ച് മനസ്സിലാക്കി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പട്ടികജാതിക്കാർക്കായാലും
ഈഴവർക്കായാലും മുസ്ലിങ്ങൾക്കായാലും കൊടുക്കുന്നത് പോലെ അവർക്ക് കൊടുക്കുന്നതിൽ ഞങ്ങളുടെ വിഭാഗത്തിന് യാതൊരു തടസ്സമില്ല. അതുപോലെ അവകാശം ഭരണഘടനയിൽ ആർട്ടിക്കിൾ 16(4), 15(4) ഞങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ തുല്യനീതി, അവസര സമത്വം അത് ഞങ്ങൾക്കും വേണം. 1957 ഗവൺമെന്റിൽ അന്നത്തെ ഗവൺമെന്റിൽ ഈഴവ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട MLA-മാർ ശക്തമായി നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിഭാഗത്തെ സംവരണ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതായിട്ട് നിയമസഭാ രേഖയിലുണ്ട്. അതിന്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളതുമായി ബന്ധപ്പെട്ട് സംവരണ പട്ടികയിൽ ഇല്ലാത്ത സമുദായത്തെ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെ വലിച്ചിഴച്ച് ഇവർ ഈ കരിവാരി തേക്കുന്ന തരത്തിലേക്ക് ചില ചാനലുകളിലും അതുപോലെ തന്നെ ഈ ചില സമുദായ സംഘടനകളും ഒക്കെ വലിച്ചിഴക്കുന്നത്. ഞങ്ങള് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്താൻ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സംവരണം സംബന്ധിച്ച കേസാണ്, മറ്റാരും നൽകിയിട്ടില്ല. ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് സോഷ്യൽ സർവേ നടത്താൻ. ശ്രീ സോമനാഥ് അദ്ദേഹം കൂടെ ഉൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കൂടുതലായിട്ട് ജനപ്രതിനിധികളുള്ള CPM-ന്റെ ജനപ്രതിനിധികളുള്ള സർക്കാരാണ് നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കുന്നത്. ആ സർക്കാർ കഴിഞ്ഞ 4 വർഷങ്ങളായി ഈ ജഡ്ജ്മെന്റ്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റ് എന്തുകൊണ്ടാണ്, അതായത് സമഗ്രമായ സോഷ്യൽ സർവേ നടത്തി ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തതെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റാണ് മറുപടി പറയേണ്ടത്. ബഹുമാനപ്പെട്ട സാമൂഹ്യ പിന്നോക്ക കമ്മീഷൻ 2011 ജാതി സെൻസസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂണിയൻ ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതിനിധി ഹൈക്കോടതിയിലും പിന്നോക്ക കമ്മീഷനും റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് 2011 സെൻസസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. കൂടാതെ ഇവിടുത്തെ സോഷ്യൽ ബാക്ക്വേർഡിനുള്ള പട്ടിക റിവേഴ്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് ആണത് സോഷ്യൽ സർവേ നടത്തേണ്ടതാണെന്നുള്ള വ്യക്തമായിട്ടുള്ള അവരുടെ നിലപാടും നിയമവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇത് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ സ്റ്റേറ്റിലുള്ള മുന്നോക്ക കമ്മീഷൻ സാമ്പത്തികപരമായി പിന്നാക്കം നിൽക്കുന്നവരെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന കമ്മീഷൻ വ്യക്തമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റിൽ സാമൂഹ്യപരമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള സർവേ നടത്തണം, സർവേ നടത്തി പിന്നാക്കക്കാരെ കണ്ടെത്തണമെന്ന് മുന്നോക്ക കമ്മീഷനും പറഞ്ഞിട്ടുണ്ട്, സോഷ്യലി ബാക്ക്വേർഡ് കമ്മീഷനും പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. അതിന് ആധാരമായിട്ടുള്ള പരാതികൾ കൊടുത്തിട്ടുള്ളത് മാനവ ഐക്യവേദി എന്ന് പറഞ്ഞ സംഘടനയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ PKSന്റെ നേതാവ് അദ്ദേഹം പറഞ്ഞ ഈ പറഞ്ഞ സവർണ വിഭാഗത്തിൽപ്പെട്ട എന്ന് അദ്ദേഹം പറയുന്ന സംഘടനയാണ്. ഞങ്ങൾ കാണുന്നത് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ജനങ്ങളും ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളും എല്ലാവരും മനുഷ്യരാണ്. അവർക്ക് വിശപ്പുണ്ട്, അവർക്കും ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ജോലി വേണം, ഉദ്യോഗങ്ങൾ വേണം, പാർപ്പിടം വേണം, വസ്ത്രം വേണം എന്നൊക്കെ തന്നെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ഒരു വിഭാഗത്തെ ഇവിടെ ഇതിലൊന്നിലും പെടാതെ ഇരിക്കുന്ന ഒരു വിഭാഗത്തെ, ഇനി ഒരു കാര്യം കൂടെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത്, ശ്രീ സോമനാഥ് അദ്ദേഹം പട്ടികജാതിയിൽപ്പെട്ട സംവരണം അനുഭവിച്ചു വരുന്ന അവരെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഭരണഘടനയിലെ ആർട്ടിക്കിളിൽ പറയുന്ന പട്ടികജാതി സംവരണവും മറ്റൊരു ആർട്ടിക്കിളിൽ, അതായത് ആർട്ടിക്കിൾ 16(4) പറയുന്ന സാമൂഹ്യപരമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് അനുഭവിക്കുന്ന സംവരണവും രണ്ട് തരത്തിലുള്ളതാണ്. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ ജനവിഭാഗം പ്രതിനിധീകരിക്കുന്ന സംവരണ പട്ടികയും അതിന്റെ ഭരണഘടനയും അതിന്റെ നിയമവും മറ്റൊരു തരത്തിലാണ്. സാമൂഹ്യപരമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കൊടുക്കുന്നത് അതിന്റെ ആർട്ടിക്കിളും ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിളും നിയമവും ഒക്കെ മറ്റൊരു തരത്തിലാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് OBC സംവരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ 1992 ഭരണഘടനയുടെ ഫുൾ ബെഞ്ചിന്റെ, അതായത് 9-അംഗ ബെഞ്ചിന്റെ ഇന്ദിരാ സാഹ്നി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മാനവ ഐക്യവേദി ഹൈക്കോടതിയിൽ നൽകിയ 35-220/2017 കേസ് WBC കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ 57 അദ്ദേഹം തന്നെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അന്നത്തെ ഗവൺമെന്റ് ഒരു അന്വേഷണവും നടത്താതെ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിഭാഗത്തെ സംവരണ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ചരിത്ര സത്യത്തെക്കുറിച്ചോ നിയമസഭാ രേഖയിലുള്ള സത്യത്തെക്കുറിച്ചോ അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കുറച്ചുകൂടെ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്താതെ ഇത്തരം കാര്യങ്ങളിൽ
നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതാണെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഈ അനാവശ്യമായി സംവരണ പട്ടികയിലുള്ളവർ തമ്മിലുള്ള വീതം വയ്പ്പിന്റെ കാര്യത്തിൽ അനാവശ്യമായി സംവരണ പട്ടികയിൽ പുറത്തു നിൽക്കുന്ന സമുദായങ്ങളെ വലിച്ചഴിക്കുന്നതും കരിവാരി തീയിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും ഇത്തരക്കാർ ഒഴിവാക്കേണ്ടതാണ്. ഒന്ന്. രണ്ട്, ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് ഒരു ചാനൽ ചർച്ചയിൽ ഒരു അഭിമുഖത്തിൽ ചോദിച്ചത് സാമൂഹ്യപരമായും സാമ്പത്തികപരമായും ഈഴവർ മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അദ്ദേഹം അതിൽ പറഞ്ഞത് പരിശോധിക്കട്ടെ എന്നാ പറഞ്ഞ്. പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പരിശോധിക്കുന്നത് സോഷ്യൽ സർവേ നടത്തിയാണ്. അപ്പൊ ഫലത്തിൽ ഞങ്ങൾ കരുതുന്നത് സോഷ്യൽ സർവേ നടത്താൻ അദ്ദേഹം അനുകൂലമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇതിന് മാനവൈക്യവേദി കൊടുത്ത കേസിനോടനുബന്ധിച്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ബഹുമാനപ്പെട്ട കേരള സർക്കാർ സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തണം. അതിന്റെ അടിസ്ഥാനത്തിൽ അത് മാത്രമല്ല സ്റ്റേറ്റിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ ഏതൊക്കെ ജാതി സമുദായങ്ങൾക്കാണ് അതിൻ്റെ അകത്ത് ജാതി സമുദായങ്ങളെ തിരിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് 92 സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. അതനുസരിച്ച് ഈ ജാതി ലിസ്റ്റ് സർക്കാർ ഉദ്യോഗങ്ങളിലെ ജാതി സമുദായം തിരിച്ചുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണം. സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തണം. OBC പട്ടിക റിവേഴ്സ് ചെയ്യണം, പുതുക്കി നിശ്ചയിക്കണം. ഇതാണ് അക്കാര്യത്തിൽ ഈ നേതാക്കൾ, സമുദായ സംഘടനകളുമായിട്ട് പറഞ്ഞ നേതാക്കൾ, അതായത് ശ്രീ സോമനാഥ്, വെള്ളാപ്പള്ളി നടേശൻ അതുപോലുള്ളവർ നേതാക്കൾ പറയുന്ന ഈ സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തുമെന്ന് പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ ഇത് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അക്കാര്യത്തിൽ പൊതുസമൂഹത്തിനൊപ്പം മാനവൈക്യവേദി എന്ന് പറയുന്ന വലിയ ഒരു പ്രസ്ഥാനവും കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു സന്ദേശവും അഭിപ്രായവുമാണ് ഇന്നത്തെ ഈ കാര്യത്തിൽ പൊതുസമൂഹത്തെയും പത്രമാധ്യമങ്ങളെയും ഞങ്ങൾക്ക് അറിയിക്കാനായിട്ടുള്ളത്. ഈ വിഷയത്തിൽ ചുരുക്കുന്നു. നന്ദി. ഇനി എന്തെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ പറയാം മറുപടി. ഇതിനോടനുബന്ധിച്ച് പത്രസുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇതിനെക്കുറിച്ച്? അപ്പൊ ഇതിനെക്കുറിച്ച് നിയമവശം ഒന്ന് നമ്മുടെ ലീഗൽ അഡ്വൈസർ. ഡിയർ ഫ്രണ്ട്സ്, ഇതില് നിയമവശം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ സാമൂഹിക സോഷ്യോ എക്കണോമിക് സ്റ്റഡി അത് നടത്താനായിട്ടുള്ള വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് നാളിതുവരെ നടപ്പാക്കാത്തത് കൊണ്ട് ആ കേസിന്മേലൊരു കണ്ടംപ്റ്റ് കോർട്ടലക്ഷ്യ കേസ് നിലനിൽക്കുകയാണ്. ആ കേസിൽ ഇടയ്ക്ക് സുപ്രീം കോടതി പോയി ഏതോ ഒരു സംഘടനയോ മറ്റോ അതിനൊരു സ്റ്റേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 സ്റ്റേ ലിഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റേയും കൂടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കേസ് നീളുകയാണ്. കേസ് ഇരിക്കെ തന്നെ സർക്കാരിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി നടപ്പാക്കാവുന്നതേ ഉള്ളൂ. കാരണം എല്ലാവരും പറയുന്നത് ജാതി സെൻസസ് എടുക്കണം എന്നാണ്. ജാതി സെൻസസ് എടുത്തിട്ട് കാര്യമില്ല. ജാതി സെൻസസ് എന്ന് പറയുന്നത് ഓരോ ജാതിയിലും പെട്ട ആളുകൾ എത്രയുണ്ട്, അതല്ല വിഷയം. ആ ഓരോ വിഭാഗത്തിനും എത്ര ജനപ്രാതിനിധ്യ അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക്, ആ വിഭാഗത്തിലെ സാമുദായിക അംഗങ്ങൾക്ക് എത്ര പേർക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി, കേന്ദ്രമാണേലും സംസ്ഥാനമാണേലും ജോലിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ പിന്നോക്കാവസ്ഥ നിശ്ചയിക്കുന്നത് ഭരണഘടനാ പ്രകാരം. ഇതാരെങ്കിലും വെറുതെ പറയുന്നതല്ല, അതാണ് നടത്തേണ്ടത്. ഇത് ജാതി സംവരണം എന്ന് പറയുന്നത് അതൊരു വെറും പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു മുദ്രാവാക്യമാണ്. കാരണം ഓരോ ജാതി, കാരണം ഇപ്പോഴേ ഒരു കാര്യമുണ്ട്,
മൊത്തം വോട്ടെന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ, അതിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തന്നെ അതിന്റെ അന്തസ്സത്തെ കെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴും നിർഭാഗ്യമാണത് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജാതിയാണ് വിഷയം. ഓരോ മണ്ഡലങ്ങളും അല്ലെ ഒരു വാർഡ് തലത്തിലുള്ള അല്ലെ പാർലമെന്റ് മണ്ഡലങ്ങളിലും എത്ര ജാതിയുണ്ട് എന്നുള്ളതാണ്. ആ ജാതിയിലെ ആളിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക, ഇത്തരം വിഷയങ്ങളാണ്. അല്ലാതെ അവിടുത്തെ ഒരു പൊതുസമ്മതനായ ഏറ്റവും നല്ല ഒരു പ്രവർത്തകനെ അല്ല നോക്കുന്നത്. വെറും ജാതി നോക്കി വോട്ട് ചെയ്യുന്ന ഒരു കൾച്ചറാക്കിയിട്ട് ജനാധിപത്യ പ്രക്രിയ അതപ്പതിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ തുടർച്ചയാണ് ഈ ജാതി സംവരണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയാനുള്ളത്, സ്ഥിരമായി ആരെങ്കിലും പിന്നോക്കം അവസ്ഥയില്ല. കാരണം മൊബിലിറ്റി ഉണ്ട്, സാമൂഹിക സോഷ്യൽ സ്ട്രാറ്റിഫൈഡ് ആണ്, പല പല തട്ടുകളാണ് സമൂഹം. എന്നിരുന്നാലും അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടാകും. അതാണ് സാമൂഹിക സോഷ്യോളജി പറയുന്നത്. അപ്പൊ അത് പഠിക്കണമെങ്കിൽ സാമ്പത്തിക സാമൂഹിക പഠനം, സോഷ്യോ എക്കണോമിക് സ്റ്റഡിയാണ് നടത്തേണ്ടത്. അപ്പൊ ഓരോ വിഭാഗത്തിന് എത്രയെന്ന് മനസ്സിലാക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണ പെർസെൻറ്റേജ് ശതമാനം നിശ്ചയിക്കേണ്ടത്. അല്ലാതെ സ്ഥിരം കുറെ ആളുകൾ പിന്നെ അവരെല്ലാം പിന്നെ പിന്നോക്കം, കുറെ ആളുകൾ മുന്നോക്കം എന്ന് പറയുന്നത് അശാസ്ത്രീയമായ കാര്യമാണ്, ഭരണഘടനയ്ക്ക് എതിരുമാണ്. അപ്പൊ അതിലാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. അത് നിശ്ചയിക്കേണ്ടത് പഠനമാണ്. അതിനാണ് ഇവിടെ ഒരു പിന്നെ പിന്നോക്ക കമ്മീഷനെ വെച്ചിരിക്കുന്നത്. അത് എല്ലാ സംസ്ഥാനത്തും ഉണ്ട്, കേന്ദ്ര തലത്തിലും ഉണ്ട്. നമ്മുടെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വന്ന പിന്നെ അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞത്, ഇത് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യമല്ല, അതായത് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനത്താണ് ചെയ്യേണ്ടത്. സംസ്ഥാന ഗവൺമെന്റ് പിന്നോക്ക കമ്മീഷന് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കണം, പിന്നെ ഈ പ്രവർത്തനത്തിനായിട്ടുള്ള എല്ലാ സഹായവും ചെയ്യണം. അത് ഗവൺമെന്റിന്റെ ജോലിയാണ്. ഈ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ഈ പിന്നോക്ക കമ്മീഷനാണ്. പക്ഷേ ഈ 3 പതിറ്റാണ്ടായിട്ടും ഒന്നുമില്ല. അതിനിടയ്ക്ക് തന്നെ ചില വിഭാഗങ്ങളെ ഏകപക്ഷീയമായി പിൻവാതിലൂടെ നിയമിക്കുന്ന പോലെ ഏകപക്ഷീയമായി ഒരു സർവേ നടത്താതെ അങ്ങ് പിന്നോക്കമായിട്ട് പറയുകയാണ്. അപ്പൊ ആളും നോക്കി ചുമ്മാതെ ഓരോ സ്ഥാപിത താല്പര്യപ്രകാരം ചെയ്യേണ്ട വിഷയമല്ലത്. വളരെ ഗൗരവമായ വിഷയമാണ്. കാരണം എല്ലാ ആൾക്കാർക്കും തുല്യ നീതി, തുല്യ അവസരം കൊടുക്കേണ്ടതാണ്. അപ്പൊ അതില് സംവരണം എന്ന് പറയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം. എത്ര അർഹത ഉണ്ട്, എത്ര പെർസെൻറ്റേജ്, എത്ര ശതമാനം അർഹതയുണ്ട് എന്നുള്ളത് പഠനത്തിലൂടെ നിശ്ചയിക്കേണ്ട കാര്യമാണ്. അതല്ലാതെ ആരുടെയെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെ ഏതെങ്കിലും പ്രീണനം വഴിയല്ല ചെയ്യേണ്ടത്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ സ്ഥിരമായി ഒരു വിഭാഗവും പിന്നോക്കമോ മുന്നോക്കമോ അല്ല, അത് പഠനത്തിലൂടെ സ്ഥാപിച്ചെടുക്കേണ്ട കാര്യമാണ്. ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ.